കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 6, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതയെ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കാൻ 200 ദനാറിക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവൻ, ശിമയോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ്, അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെയെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ച് വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനം പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രീതികരമാകേണ്ടതിന്, മനുഷ്യർക്ക് പ്രീതികരമായ പോരാ, നമുക്ക് പ്രീതികരമായ പോരാ, ദൈവത്തിന് പ്രീതികരമാകണം. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് ഇന്ന് ഈ വായനകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, കുറേ നാളത്തേക്കൊക്കെ വലിയ പ്രകടനമൊക്കെ നടന്ന വ്യക്തികൾ പിന്നീട് അവരുടെ അനുയായികളും പോയി, അവരും അപ്രധാനികളായിട്ട് മാറി എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ വായിച്ചു കേട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗമാലിയേൽ പറയാണ്, നിങ്ങളീ മനുഷ്യരെ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഇവരെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വേണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്നും നമുക്ക് പ്രസക്തിയുള്ളൊരു കാര്യമാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ ആരും നോക്കി അവരെ തകർക്കാൻ പറ്റില്ല. അഥവാ ഇത് ഇവരുടെ തന്നെ ഇവർ മെനഞ്ഞെടുത്ത സംഭവമാണെങ്കിൽ അത് തന്നെ കെട്ടടങ്ങിക്കോളും. ഇതാണ് ചില വ്യക്തികൾക്ക് സംഭവിച്ചത്. ദൈവത്തിൻ്റെ സഹായത്താലല്ലാതെ സ്വന്തം താല്പര്യത്തിൽ പലതും നമുക്ക് പണിതുയർത്താൻ പറ്റും, അതെല്ലാം കെട്ടടങ്ങും. മറിച്ച് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവിടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇതെങ്ങനെയാണ് ദൈവം ആവശ്യപ്പെടുന്നതാണോ എന്നറിയാൻ പറ്റുക? ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തിൻ്റെ ആലയത്തിൽ എന്നെന്നും വസിക്കാൻ. ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രശസ്തി നേടണം എന്നുള്ള ഒരു ചിന്തയുമില്ലാതെ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യം, ഇത്ര എനിക്ക് ഇഷ്ടമുള്ളൂ, എനിക്കെൻ്റെ ദൈവത്തോടു കൂടെ വസിക്കണം, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കണം. വന്ന് പ്രവർത്തനം കൂടിയിട്ട് പള്ളി കയറാൻ നേരമില്ലാത്ത ആൾക്കാരുണ്ട്, ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി പതിയിരിക്കുന്ന അപകടം അവർ മനസ്സിലാക്കുന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥന വിട്ടിട്ടുള്ള പ്രവർത്തനമല്ല നമ്മൾ നടത്തേണ്ടത്. ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് നാളത്തേക്ക് പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇരുന്നങ്ങ് പ്രാർത്ഥിക്കണം.
അവിടെയാണ് ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യം കർത്താവ് പറഞ്ഞു തരുന്നത്. അത് കേട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു വലിയൊരു ജനക്കൂട്ടം വരുന്നത്. യേശു എവിടെയായിരുന്നു? യേശു പബ്ലിസിറ്റി കൊടുക്കാൻ പോയതല്ല, മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാണുകയാണ്, ജനം തനിയെ വന്നു. അവർ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഹ്യൂമൻ എഫർട്ട്, മാനുഷികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളല്ല. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമാകുന്നത്. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നേർവഴിക്ക് പോയി അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് ഒരുപാട് ഉപദേശവുമായിട്ട് പുറകെ പോകുന്നതല്ല വേണ്ടത്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരുപാട് സംസാരിച്ച് കറങ്ങി നടക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ ഒരുപാട് പരാതി പരിഭവമൊക്കെ ആയിട്ട് നടക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരത്തില്ല, നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ച വ്യക്തികളാണെങ്കിൽ. നമ്മൾ കാണുന്നു, ഫിലിപ്പോസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് പറഞ്ഞൊരു കാര്യം. ആൾക്കാർ വരുന്നുണ്ട്, അവർ നോക്കിയപ്പം വലിയ ജനാവലിയ, വലിയ ജനക്കൂട്ടം. ഇവർ വല്ല പബ്ലിസിറ്റി കൊടുത്തിട്ടാണ്? ഒന്നുമല്ല, വലിയ ജനക്കൂട്ടം. ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. ഫിലിപ്പോസ് പറഞ്ഞത്, ഓരോ കുഞ്ഞു കഷ്ണം അപ്പം കൊടുക്കണമെങ്കിൽ പോലും 200 ദനാറയ്ക്കുള്ള ഭക്ഷണം വാങ്ങിച്ചാലും തികയത്തില്ല, അത്രമാത്രം ജനങ്ങളുണ്ട്. അപ്പോഴാണ് അന്ത്രയോസ് വന്നിട്ട് പറയാണ്, ഞാനിതിനിടയ്ക്ക് ഒരു ബാലനെ കണ്ടുപിടിച്ചു. അവൻ്റെ കയ്യിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബോക്സ് ഉണ്ട്, ഏതാനും അപ്പങ്ങൾ, ഏതാനും മീൻ അവൻ്റെ കൈവശമുണ്ട്. കർത്താവ് പറഞ്ഞൊരു കാര്യം, കൊണ്ടുപോവാ, നമുക്ക് അതുകൊണ്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കാം. മാനുഷികമായി ചിന്തിച്ചാൽ ഒരാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും വലിയ ജനതയ്ക്ക് എങ്ങനെ അത് തികയും? പക്ഷെ കർത്താവ് അതെടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ഒരു അത്ഭുതം നടന്നു. അവർ കഴിച്ച് ഒരു കൊട്ടണം മൂട്ടിപ്പോലെ ഇല്ലാതിരുന്ന സാധനമാണ്. വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ 12 കുട്ട നിറയെ ശേഷിച്ച അപ്പം അവർക്ക് ശേഖരിക്കാൻ പറ്റി എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ട കാര്യമാണ്. എന്താ ഇതിൻ്റെ സന്ദേശം? നമ്മൾ ഏത് കാര്യം ചെയ്താലും പ്രാർത്ഥിച്ച് ഒരുങ്ങി അത് ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാവും, അത് വിജയം കാണും. പ്രാർത്ഥനയില്ലാതെ, ദൈവത്തിൻ്റെ സപ്പോർട്ടില്ലാതെ എത്ര വലിയ കാര്യം തുടങ്ങിയാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ കെട്ടടങ്ങും, അതൊക്കെ വട്ടപൂജ്യമായി മാറും. അത് വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യൻ്റെ അധ്വാനം, അതാണ് ഏറ്റവും നല്ല റിസൾട്ട് നൽകുന്നത് എന്ന കാര്യം സുഭാഷിതങ്ങൾ 16:3 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നിൻ്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണി. മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പല കുടുംബങ്ങളിലും അശ്രദ്ധ കാരണം കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ കൂടുതലാണ് വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം. കാരണം അത് കഴിക്കാൻ മേല, അത്രമാത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് പിന്നെ അതെല്ലാം കൊണ്ട് വേസ്റ്റാക്കും. വേറെ ചിലർ അപ്പം വേസ്റ്റാക്കിയാല അതെടുത്ത് വേണമെങ്കിൽ ആ സമയത്ത് വേസ്റ്റാക്കാതെ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും അതുകൊണ്ട് വെക്കും, പിന്നീട് എടുത്ത് ദൂരെ കളയുകയും ചെയ്യും. കർത്താവ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒന്നും വേസ്റ്റാക്കരുത്. അതുകൊണ്ടാണ് ശേഷിച്ച അപ്പക്കഷ്ണങ്ങൾ അവർ ശേഖരിക്കാൻ പറഞ്ഞതും 12 കുട്ട നിറയെ അവർക്ക് ശേഖരിക്കാൻ പറ്റും. ഈ ബാലന് ഉറപ്പായിട്ടും ഒരു കൊട്ട അവർ കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ അവൻ്റെ ഇല്ലായ്മയിൽ നിന്നും അവനുണ്ടായിരുന്നത് അവന് കൊടുത്തു. അവൻ്റെ ഇല്ലായ്മയെന്ന് പറയാൻ പറ്റും, കാരണം അവന് ഒത്തിരിയൊന്നും ഇല്ലായിരുന്നു, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്. അതവൻ കൈവിട്ടപ്പോൾ അവന് കിട്ടിയത് ഒരു കുട്ട നിറയെങ്കിലും അവനപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഇല്ലാത്തവരാണേലും അതിൽ നിന്ന് ഒരല്പം മറ്റുള്ളവർക്ക് നൽകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.